പ്രവീൺ, പ്രണവ്, മൃദുല ആൻഡ് ദെയർ ഫാമിലി ഇവരെക്കുറിച്ചായിരുന്നല്ലോ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ചർച്ച ചെയ്ത വേറെയൊരു ഫാമിലി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസ് എല്ലാം അവർ പ്രൈവറ്റ് ആക്കി വെച്ച് ഇപ്പോൾ സൈലന്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതല്ല. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിരുന്നു, അമ്മയുടെ ഭാഗത്തും ചില ശരികളുണ്ട് എന്ന് പറഞ്ഞ്. അതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരല്ലേ തെറ്റുകാര്? കൊച്ചുവല്ലേ തെറ്റുകാര്? എന്തിനാണ് മൃദുലയെ തല്ലുന്നൊക്കെ പറഞ്ഞും കുറെ കമന്റ്സ് ഉണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇവരെ വിറ്റു തിന്നുന്നത്? ഞങ്ങളുടെ ചാനലിന് റീച്ച് കൂട്ടാനല്ലേ? ഈ കമന്റ് ഇട്ടവരോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ ബാക്കി എല്ലാവരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തത്? ഈ കമന്റ് ഇടുന്നവർ മോശമാണോ? പ്രവീൺ ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേർ പ്രവീണിന്റെ ഒപ്പം. പിന്നീട് കൊച്ചു ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ പ്രവീണിനെ തെറി വിളിച്ച് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഇത് ഈ വഴക്കിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് പ്രവീൺ പറയുന്നതിനാണ് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് റീച്ച് കൂട്ടുന്നത് എന്ന് പലരും ചോദിക്കുന്നത്. അവരുടെ വീട്ടിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടതല്ലോ, അത് അവരായിട്ട് കൊടുത്തിട്ടതല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും റീച്ച് തന്നെയാണ് ലക്ഷ്യം. പ്രവീണും പ്രണവും അതിനുവേണ്ടി തന്നെയല്ലേ അവർ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കൊടുത്തിട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ കുറേ കമന്റ് കണ്ടു, എന്തിനാണ് രണ്ട് പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത്? രണ്ട് പക്ഷത്തും ന്യായവുമുണ്ട് അന്യായവും. അതുകൊണ്ട് തന്നെയാണ് രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറെ തെറിയും പറഞ്ഞ് പുച്ഛിച്ച് സംസാരിക്കുന്ന ചാനലല്ല. മാന്യമായ രീതിയിൽ ആരുടെ ഭാഗത്താണോ ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ തെറ്റ് അത് മനസ്സിലാക്കി മാന്യമായ രീതിയിൽ അഭിപ്രായം പറയുന്ന ഒരു ചാനൽ. കുറെ തെറിയൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് റീച്ച് കൂട്ടേണ്ട ആവശ്യവും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.